എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പൈനാപ്പിൾ സ്പോഞ്ച് കേക്കാണ്. സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ ചെറിയ സ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പൗഡറെല്ലാം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്ലോവിൽ ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സ്പീഡ് കൂട്ടിയെടുക്കാം. നമുക്ക് ഈ മുട്ട ക്രീം പരുവത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടയായി വരുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ ക്രീം പരുവത്തിലായി വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല. 5 മിനിറ്റ് ടൈമിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ കേക്ക് ആയതുകൊണ്ട് പൈനാപ്പിളിൻ്റെ ടേസ്റ്റും പൈനാപ്പിളിൻ്റെയൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എസൻസൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ അധികം നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പഞ്ചസാര അലിയുന്നതിന് വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിൽ ക്രീം പരുവൊക്കെ മാറിപ്പോവും. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സ്റ്റാൻഡ് ഇറക്കി വെച്ച ശേഷം നമുക്ക് 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടീൻ നമുക്കിതിലേക്ക് ഇറക്കി വെക്കുക. 45 മിനിറ്റ് നേരം നമുക്കിത് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 45 മിനിറ്റ് നേരം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. മൂടിപ്പാത്രത്തിൽ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് അരമണിക്കൂർ മതിയാവും. ഇപ്പോൾ ഇത് 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളു വെന്തിട്ടുണ്ടോയെന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ സ്പോഞ്ച് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കേക്ക് വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.